തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവകാശമാണ് ഫണ്ട് കൊടുക്കാൻ. ഈ ഗവൺമെന്റ് ചെയ്തതെന്താ? ഫണ്ട് തരും, പിറ്റേ ദിവസം ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തും. അല്ലെങ്കിൽ ഫണ്ട് തരും, അതിന്റെ തലേ ദിവസം ട്രഷറി കൂട്ടും. അപ്പൊ പൈസ ചെലവാക്കാൻ പറ്റില്ല. അതിൽ നിന്നെല്ലാം കൃത്യമായ ആസൂത്രണം, പദ്ധതി നിർവഹണത്തിൽ സമയബന്ധിതമായ പദ്ധതി നിർവഹണം. പദ്ധതി 6 മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട പദ്ധതി 6 മാസം കൊണ്ട് പൂർത്തിയായില്ലെങ്കിൽ 181ാമത്തെ ദിവസം ആ പദ്ധതി നടപ്പാക്കേണ്ട ആൾ ഉത്തരവാദിത്വം പറയണം. അക്കൗണ്ടബിലിറ്റി. അത് ലീഗലൈസ് ചെയ്യാൻ പോകുന്നത് നിയമപരമായി ചെയ്യാത്ത ആളുകൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്ന തരത്തിൽ ലീഗലൈസ് ചെയ്യണം. അത് UDF കേരളം മുഴുവൻ കൊണ്ടുവരാൻ പോകുന്ന പ്രോജക്ട് ഇംപ്ലിമെന്റേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് പരീക്ഷാടിസ്ഥാനത്തിൽ നമ്മൾ ലോക്കൽ ബോഡിയിൽ കൊണ്ടുവരികയാണ്. അപ്പൊ ആസൂത്രണം, കൃത്യമായ പദ്ധതി നിർവഹണം, DPC എല്ലാം നടപടിക്രമങ്ങളെല്ലാം ലഘൂകരിച്ച് ഏറ്റവും മനോഹരമായ തരത്തിൽ ലോക്കൽ ബോഡികളെ മാറ്റുന്ന ബൃഹത്തായ പദ്ധതികൾ ഞാൻ പറഞ്ഞല്ലോ, ഗവേഷണതുല്യമായ ഹോംവർക്കോടുകൂടി തയ്യാറാക്കിയ സമഗ്രമായ മാറ്റം, അടിസ്ഥാനപരമായ മാറ്റം നമ്മുടെ ലോക്കൽ ബോഡികളിൽ കേരളത്തിൽ കാണാൻ പോകുന്ന മാറ്റത്തിനാണ് UDF തുടക്കം കുറിക്കാൻ പോകുന്നത് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ ഗവൺമെന്റിനെതിരായ വിമർശനങ്ങൾ, അവർക്കെതിരായ നമ്മുടെ കുറ്റപത്രം നമ്മൾ ജനങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ UDF പറഞ്ഞത് എന്താ? ഇത് കൊള്ളക്കാരുടെ സർക്കാരാണ്, കമന്ന് വീണാൽ കാൽപ്പണവുമായി പോകുന്ന കൊള്ളക്കാരുടെ ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ പ്രതിപക്ഷം പറഞ്ഞതാണ് ശരി എന്നിപ്പോൾ കോടതിയും യാഥാർത്ഥ്യങ്ങളും പുറത്തു വന്നപ്പോൾ വ്യക്തമായിരിക്കുന്നു. അവിടെ നടന്ന കൊള്ള, ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ അമൂല്യ വസ്തുക്കൾ കൊള്ളയടിച്ചത് കേവലം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല. അതിന്റെ പുറകെ CPM നേതാക്കന്മാരും CPM എന്ന പാർട്ടിയും ഉണ്ടായിരിക്കുന്നു എന്ന് പുറത്ത് തെളിവുകൾ വന്നിരിക്കുകയാണ്. ഇപ്പൊ CPM നേതാക്കന്മാരുടെ ജയിലിലേക്കുള്ള ഘോഷയാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പന്റെ കഥകളും അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ കട്ടളയും അവിടുത്തെ ദ്വാരപാലക വിഗ്രഹം വരെ കവർന്നെടുത്തവരാണിവർ. ആ ദ്വാരപാലക വിഗ്രഹത്തിന്റെ വ്യാജ മോൾഡ് ഉണ്ടാക്കി, ചെമ്പുപാലയുണ്ടാക്കി മദ്രാസിലേക്ക് സ്വർണം പൂശാൻ കൊടുത്തുവിടുകയും ഒറിജിനൽ ദ്വാരപാലക വിഗ്രഹം കോടീശ്വരന് വിൽക്കുകയും ചെയ്ത കൊള്ളക്കാരാണ് കേരളം ഭരിക്കുന്നത്. ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ആ ദേവസ്വം മന്ത്രിമാർ, അവരെയെല്ലാം രാഷ്ട്രീയമായി സംരക്ഷിക്കുന്ന നിലപാടാണ് പിണറായി വിജയനും CPM നേതൃത്വവും എടുത്തിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊലിക്കട്ടിയുള്ളത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ എല്ലാ കുട്ടികളും വരെ ഉത്തരം പറയും, അത് CPM സെക്രട്ടറി MV ഗോവിന്ദനാണ്. MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുകയാണ്, പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കുറ്റാരോപിതൻ മാത്രമാണ്. കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഇതെന്ന് പറയും, കുറ്റം ചെയ്തു വന്നു കഴിഞ്ഞാൽ ഇതെന്ന് പറയും. കുറ്റവാളികളെ മുഴുവൻ സംരക്ഷിക്കുന്ന നിലപാട് CPM എടുത്തിരിക്കുന്നു. കൊള്ളയാണ് നടന്നത് ശബരിമലയിൽ. അയ്യപ്പന്റെ എന്നിട്ട് കോടതി പറഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം ഇവർക്ക് അറിയാമായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. സാധാരണ കള്ളന്മാർ ഒരു വീട്ടിക്ക് ഒരു 25 പവൻ മോഷ്ടിച്ചു. അപ്പൊ പോലീസ് വന്നു, ആളുകൾ കൂടി ആ കൂട്ടത്തിലുണ്ട് കള്ളൻ ഉണ്ടാവുമല്ലോ. അവനാണ് ഏറ്റവും ടെൻഷൻ, നഷ്ടമായി പോയി, ഇവിടെ കള്ളം കയറിയെന്ന്. പോലീസ് അന്വേഷിച്ചിട്ടും ആരെയും കിട്ടുന്നില്ല. അവസാനം അന്വേഷണം ഇങ്ങനെ പോയി, ആരെയും കിട്ടാതെ. അപ്പൊ കള്ളൻ എന്ത് ചെയ്യും? കള്ളൻ അടുത്ത വീട്ടിൽ കയറും. അതുപോലെയാണ് ശബരിമലയിൽ സംഭവിച്ചത്. 2019 ദ്വാരപാലക വിഗ്രഹം കോടീശ്വരൻ വിൽക്കുകയും ഈ സ്വർണം മുഴുവൻ കവർന്നെടുക്കുകയും ചെയ്ത കള്ളന്മാർ അവര് മാത്രമേ ഇതായിരുന്നു. അവര് പുറത്തു പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. പിന്നെ ആരും പുറത്തറിയുന്നില്ല, ഈ വിഷയം അറിയുന്നില്ല. അപ്പൊ ഇവർ എന്ത് ചെയ്തു? 2024 വീണ്ടും സ്വർണം പൂശാൻ തോന്നലാണ്. അതിന് വീണ്ടും കക്കാൻ വേണ്ടിയിട്ടായിരുന്നു. വീണ്ടും അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഒറിജിനൽ വിറ്റ് നേരത്തെ, ഡ്യൂപ്ലിക്കേറ്റ് വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി തീരുമാനമെടുത്തു. അപ്പൊ ഭാഗ്യത്തിന് അയ്യപ്പൻ തന്നെ ഇടപെട്ടാണ് ഭക്തരായ ഞാൻ വിശ്വസിക്കുന്നത്. കോടതി ഇടപെട്ടു. യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നെങ്കിലും ഇവര് വീണ്ടും കൊണ്ടുപോയി ഈ വ്യാജം ഏതെങ്കിലും ഒരു പാവം കോടീശ്വരൻ വിറ്റേനെ അവനെ പറ്റിച്ചേ വീണ്ടും കക്കാൻ പോയി. അതിന് കൂട്ടുനിന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി. ഈ കൊള്ളയാണ് ശബരിമലയിൽ നടന്നത്. കോടതി പറഞ്ഞാണ്, കോടതി പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഇതാണ് പുറത്തു വന്നത് ഈ കൊള്ള.